ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്കാണ്. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുത്തതെന്ന് നോക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 മുട്ടയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ഒന്ന് പതഞ്ഞ് വരണം. മുട്ട നന്നായി ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി കുറേശ്ശെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ കൂടി ചേർത്തതിന് ശേഷം ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയേ പാടുള്ളൂ. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യരുത്, എന്നാൽ ബാറ്റർ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാല് ഒട്ടും തണുപ്പുള്ളതാകരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലോ ഇളം ചൂടുള്ള പാലോ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പീഡിൽ ബാറ്റർ മിക്സ് ചെയ്യരുത്. പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ബാറ്റർ താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യണം. എട്ട് ഇഞ്ചിൻ്റെ ട്രേ ബട്ടർ പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ബാറ്റർ ഒഴിച്ച് കൊടുത്ത് എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് കളയണം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. എൻ്റേത് ഇംപെക്സിൻ്റെ ഓവനാണ്. ഇതിൽ ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 155 ഡിഗ്രിയിൽ 45 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുക്കും. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ചെറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഉള്ളിൽ ഫില്ലിങ്സിനും കൊടുക്കുന്നുണ്ട്, പിന്നെ ഗനാഷ് ഉണ്ടാക്കാനും എടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൂടി ആവശ്യമുണ്ട്. അത് സ്പൈഡർമാൻ്റെ വെബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 1/2 കപ്പിൽ കുറച്ച് താഴെയാണ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ വിപ്പിംഗ് ക്രീമും ഒഴിക്കുന്നുണ്ട്.
വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടിയേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതിനായിട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഗനാഷ് 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ കേക്കിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കേക്ക് വെറ്റ് ചെയ്യാനായി 1 ഗ്ലാസ് പാലിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്തതിന് ശേഷം സ്പാച്ചുല കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് ബോർഡിൽ അല്പം ക്രീം കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്തണം. അതിനുശേഷം ആവശ്യത്തിന് ക്രീം കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് അല്പം മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കൂടി ചെയ്തെടുക്കാം. അതും ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ക്രീം കൊടുക്കാം. ക്രീം കൊടുത്ത് നന്നായി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഫില്ലിങ്സ് ആയിട്ട് ചെറിയും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും മിൽക്ക് മെയ്ഡും ഒക്കെ കൊടുക്കാം. ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം. ഫൈനൽ ലെയർ കൂടി വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്യാം. അതിനുശേഷം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ കേക്ക് ബോർഡൊക്കെ നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ട് ചെയ്യാവൂ. അപ്പോൾ നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ക്രീമിൽ അല്പം ബ്ലൂ കളർ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കളറൊന്നും ഒരുപാട് ചേർക്കണ്ട, ചിലപ്പോൾ കയ്പ്പ് രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ക്രീം കൊണ്ട് ഒന്ന് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം.
ഇതുപോലൊരു കാർഡ് ഉപയോഗിച്ചാൽ കേക്ക് പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. എന്നിട്ടേ ഗനാഷ് ഒഴിക്കാൻ പാടുള്ളൂ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് തണുത്തതിന് ശേഷം ഇത് അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്പം ക്രീം കൊണ്ട് കേക്കിൻ്റെ താഴെ ഒരു ബോർഡർ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഗനാഷ് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷമാണ് വെബ് വരഞ്ഞു കൊടുക്കേണ്ടത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ചെറുതായി തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെബ് വരഞ്ഞു കൊടുക്കാം. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.